ടോമോയിലെ പാഠങ്ങൾ. തീവണ്ടിപ്പള്ളിക്കൂടത്തിലെ പഠനം എന്നത് തന്നെ വളരെ വിചിത്രമായ ഒരേർപ്പാടാണ്. ബഹുരസവുമാണ്. ബഹുവിചിത്രമാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങളുടെ കാര്യം. പഴയ സ്കൂളിൽ ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട പതിവ് സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരിക്കാം. യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന ഡെസ്കുകളും കസേരകളും. കുറെ നേരത്തെ ആലോചനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം തനിക്ക് തൊട്ടു പിന്നാലെ ക്ലാസ്സിലെത്തിയ ആൺകുട്ടിയുടെ അല്ല പെൺകുട്ടിയുടെ അടുത്തിരിക്കാൻ ടോട്ടോച്ചാൻ നിശ്ചയിച്ചു. ഹായ്, ആ കുട്ടിയുടെ ഫ്രോക്കിലെ ഞൊറിയില് ഒരു വെളുവെളുത്ത മുയലിന്റെ പടമുണ്ട്. അവിടെ ഇരിക്കാം. അങ്ങനെയാണ് അവൾ ആ തീരുമാനത്തിലെത്തിയത്. ഏറ്റവും വിചിത്രം ടോമോയിലെ പാഠങ്ങളായിരുന്നു. സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായി. അതായത് ഒന്നാമത്തെ പീരീഡ് ഭാഷ ആണ് എങ്കിൽ ആ 1 മണിക്കൂർ ഭാഷ മാത്രം പഠിക്കുക. രണ്ടാമത്തെ പീരീഡ് കണക്കാണെങ്കിൽ ആ 1 മണിക്കൂർ കണക്ക് മാത്രമാണ് പഠിക്കുക. പക്ഷെ ടോമോയിലെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളും മുഴുവൻ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും അന്നന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ തന്നെ ടീച്ചർമാർ തയ്യാറാക്കും. ശേഷം ഇപ്രകാരം പറയും, ഇനി ഓരോരുത്തരും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങിക്കോളൂ. ഏത് വിഷയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നത് പ്രശ്നമേ അല്ല. ഒരാൾക്ക് ഭാഷയിൽ നിന്ന് തുടങ്ങാം, മറ്റൊരാൾക്ക് കണക്കിൽ നിന്നാവാം, ഇനി ഒരാൾക്ക് സയൻസ്. ഒരു ഉപന്യാസ പ്രേമി കാര്യഗൗരവത്തോടെ തന്റെ രചനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തൊട്ടു പിന്നിലിരിക്കുന്ന ശാസ്ത്ര വിദഗ്ധൻ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു ഫ്ലാസ്ക് ആൽക്കഹോൾ ബർണറിന് മുകളിൽ വെച്ച് തിളപ്പിക്കുകയായിരിക്കും. ഇത്തരം പരീക്ഷണ പരിപാടികൾക്കിടയിൽ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികളൊക്കെ സർവ്വസാധാരണമാണ്. ഈ അധ്യയന രീതി കുട്ടികൾ മുതിർന്ന ക്ലാസ്സിൽ എത്തും തോറും അവരെ അടുത്തറിയാൻ അധ്യാപകർക്ക് സഹായകരമായി. അവരുടെ സഹജമായ താല്പര്യം എന്തിനോടാണ്, ഏതു വഴിയിലാണ് അവരുടെ ചിന്ത വികസിക്കുന്നത്, അവരുടെ സ്വഭാവത്തിന്റെ സ്വരൂപം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധ്യാപകർക്ക് അനായാസം നിരീക്ഷിച്ചറിയാൻ എന്തുകൊണ്ടും കഴിഞ്ഞു. ടോമോയിലേത് എന്തുകൊണ്ടും ഉത്തമമായ ഒരു പഠനരീതി തന്നെയായിരുന്നു. കുട്ടികൾക്കോ തങ്ങളുടെ പ്രിയപ്പെട്ട വിഷയങ്ങളിൽ തുടങ്ങുക അവർക്കും തികച്ചും ആഹ്ലാദകരമാണ്. ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുമായി നീണ്ടു നിൽക്കുന്ന മൽപ്പിടുത്തം ഫലത്തിൽ ആ വിഷയങ്ങളെ എങ്ങനെയെങ്കിലും സഹിക്കുന്ന അവസ്ഥയിലേക്കാണ് കുട്ടികളെ എത്തിക്കുക. അതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഒട്ടുമുക്കാലും സ്വതന്ത്രമായ ഒരു പഠന ശൈലിയാണ് ടോമോയിൽ നടപ്പാക്കിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് എപ്പോ വേണമെങ്കിലും അധ്യാപകരെ സമീപിച്ച് കാര്യങ്ങൾ തുറന്നു ചർച്ച ചെയ്യാം. ആവശ്യം എന്ന് കണ്ടാൽ അധ്യാപകർ സംശയക്കാരുടെ അടുക്കലേക്ക് വരും. അവർക്ക് വേണ്ടത് സ്പഷ്ടമായി വിശദീകരിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. തുടർന്ന് സ്വയം ചെയ്ത് ശീലിക്കാനുള്ള അഭ്യാസങ്ങളും പാഠങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം നൽകുകയും ചെയ്യും. പഠനം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു ശൈലിയായിരുന്നു ടോമോയിലേത്. അവിടെ അധ്യാപകന്റെ നീണ്ട പ്രസംഗമോ തലനാരിഴ കീറുന്ന വിശദീകരണങ്ങളോ ഇല്ല. അശ്രദ്ധനായി അങ്ങുമിങ്ങും നോക്കിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലും ടോമോയിൽ കാണാനും ആവില്ല. ഒന്നാം തരത്തിലെ കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പഠിക്കത്തക്ക നില കൈവരിച്ചിരുന്നില്ല. എങ്കിൽ കൂടെ തങ്ങൾക്കിഷ്ടമുള്ള വിഷയം ആദ്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ടായിരുന്നു. ടോട്ടോച്ചാൻ ഒന്ന് ചുറ്റുപാടും കണ്ണോടിച്ചു. ചിലർ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു, ചിലർ ചിത്രരചനയിൽ, ഇനി മറ്റു ചിലർ പുസ്തക വായനയിലാണ്. യോഗാഭ്യാസം ചെയ്യുന്നവർ പോലുമുണ്ട് ആ കൂട്ടത്തിൽ. ടോട്ടോച്ചാന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി അക്ഷരങ്ങളൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അവൾ അവയൊക്കെയും നോട്ട്ബുക്കിലേക്ക് പകർത്തുകയായിരുന്നു. ഈ സമ്പ്രദായങ്ങളൊന്നും നമ്മുടെ പാവം കൊച്ചു ടോട്ടോ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. താൻ ചെയ്യേണ്ടത് എന്തായിരിക്കും ആവോ? ലേശം പരിഭ്രമത്തോടെ അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും ടീച്ചറെ കണ്ട് സംശയ നിവൃത്തി വരുത്താനായിരിക്കണം അവളുടെ പിന്നിലിരുന്ന ആൺകുട്ടി തന്റെ നോട്ട്ബുക്കുമായി ബ്ലാക്ക് ബോർഡിനടുത്തേക്ക് നടന്നു. ബോർഡിന് സമീപമുള്ള ഒരു ഡെസ്കിലിരുന്ന ടീച്ചർ മറ്റൊരു കുട്ടിക്ക് എന്തോ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നാലുപാടുമുള്ള നിരീക്ഷണം നിർത്തി കീഴ്ത്താടിയിൽ ഉള്ളം കൈകൾ ഉറപ്പിച്ച് ടോട്ടോച്ചാൻ അവന്റെ നടപ്പ് ശ്രദ്ധിച്ചു. ഏന്തിയാണ് നീങ്ങുന്നത്. ശരീരം വല്ലാതെ ആടി ഉലയുന്നുണ്ട്. മനഃപൂർവ്വമായിരിക്കും അവൻ അങ്ങനെ നടക്കുന്നത് എന്നാണ് നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ആദ്യം തോന്നിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി, അല്ല, ഇത് അവന്റെ കുറ്റമല്ല. അവൻ തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴും ടോട്ടോച്ചാന്റെ ശ്രദ്ധ വിചിത്രമായ ആ ശരീരത്തിലും ശരീരഭാഷയിലുമായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവൾ ചിരിച്ചു. അവനും.
തിടുക്കപ്പെട്ട് തന്റെ പിൻനിരയിലെ കസേരയിൽ തിരിച്ച് ഇരുപുറപ്പിക്കാൻ അവൻ പതിവിലധികം സമയമെടുക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ ആയാസപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞതും അവൾ പിന്നിലേക്ക് മുഖം തിരിച്ചു ചോദിച്ചു, കുട്ടി എന്താ ഇങ്ങനെ നടക്കണേ? ഉൾക്കനം സ്ഫുരിക്കുന്ന സൗമ്യമായ ശബ്ദത്തിൽ അവൻ മറുപടി പറഞ്ഞു, എനിക്ക് പോളിയോ വന്നതോണ്ടാ. പോളിയോ എന്ന് വെച്ചാ? ആ വാക്ക് അന്ന് അവൾ ആദ്യമായി കേൾക്കുകയായിരുന്നു. ഉവ്വ്, പോളിയോ. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു. കാലില് മാത്രമല്ല, കയ്യിലുണ്ട്. നോക്കിയാട്ടെ. അവൻ കൈകൾ രണ്ടും നീട്ടി കാണിച്ചു. കൊച്ചു ടോട്ടോ അത് വ്യക്തമായി കണ്ടു. ഇടത്ത് കൈയിലെ വിരലുകൾ തേമ്പി മടങ്ങിയിരിക്കുന്നു. അവ പരസ്പരം കൂടിച്ചേർന്നതുപോലെയുണ്ട്. ആ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല? ഉത്കണ്ഠ നിയന്ത്രിക്കാനാവാതെ അവൾ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ആ മൗനം കുഞ്ഞു ടോട്ടോയെ വേദനിപ്പിച്ചു. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. പക്ഷെ അവന്റെ മുഖം പ്രസന്നമായിരുന്നു. തെളിവുറ്റ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എന്റെ പേര് യാസുവാക്കി യാമോമോട്ടോ. കുട്ടിയുടെയോ? ഉത്സാഹഭരിതമായ ആ വാക്കുകൾ അവളെ അത്യധികം സന്തോഷിപ്പിച്ചു. തന്റെ ചുറുചുറുക്ക് വീണ്ടെടുത്തുകൊണ്ട് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ടോട്ടോ-ചാൻ. അങ്ങനെ യാസുവാക്കി യാമാമോട്ടോ എന്ന യാസുവാക്കി ചാനും ടോട്ടോ-ചാനും ചങ്ങാതിമാരായി. ഉച്ചവെയിലിന് തീഷ്ണതയേറി. തീവണ്ടി പള്ളിക്കൂടത്തിലെ ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആരോ ജനാല തുറന്നു. വസന്തത്തിന്റെ കുളിർമയുള്ള വായു ഉള്ളിലേക്കൊഴുകി. കൂസലില്ലാത്ത കാറ്റ് കുട്ടികളുടെ കുഞ്ഞു മുടിയിഴകളെ നാലുപാടും പാറിച്ച് വിഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. ടോമോയിലെ കൊച്ചു ടോട്ടോയുടെ ആദ്യ ദിനം ഇങ്ങനെയായിരുന്നു. കഥ വായന എല്ലാവർക്കും ആസ്വാദ്യമാവുന്നു എന്ന വിശ്വാസത്തിൽ നിർത്തട്ടെ. ബാക്കി നമുക്ക് നാളെ കേൾക്കാം.